കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള തിരിച്ചടി എന്നുള്ള പ്രഖ്യാപനം നടപ്പാക്കിയാണ് ചിതറയിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും ഇത് നിർത്തുമോ? അപ്പോൾ കോൺഗ്രസ്സുകാർ കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറില്ല എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. പ്രദേശത്തെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനലായിട്ടുള്ളൊരു ഗൂണ്ട ആയിട്ടുള്ള ഷാജഹാനാണ് വീട്ടിൽ കയറി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 8-9 കുത്തുകൾ കുത്തി അതിദാരുണമായി കൊലപ്പെടുത്തി. അപ്പോൾ ഈ കഞ്ചാവും കുടിച്ച് ഇല്ലാതെ ആൾക്കാർ അങ്ങനെ വെട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവൻ നേരത്തെ അവൻ്റെ അനിയനെ കുത്തിയിട്ടുണ്ട്. പെരിയ ഇരട്ട കൊലപാതകമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആ കൊലപാതകം കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനും അറിയുന്നതിന് മുമ്പ് അതിന് കോടിയേരി ബാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അല്ല, വീട്ടുവഴക്കാണ് എന്ന് കണ്ടുകൊണ്ട് ആരും അറിയുന്നതിന് മുമ്പ് രാവിലെ 8 മണിക്ക് പുള്ളിയുടെ പോസ്റ്റ് വന്നു. അപ്പൊ ഇതുകൊണ്ടൊന്നും പെരിയയിലെ കൊലപാതകത്തിന്റെ കറ CPM-ന്റെ കയ്യിൽ നിന്ന് കഴുകിക്കളയാൻ കഴിയില്ല. KPC പ്രസിഡന്റ് പറഞ്ഞ പോലെ ഏത് അന്വേഷണം നടക്കട്ടെ. വെറുതെ അനാവശ്യമായി കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്താനൊന്നും CPM-ന് കഴിയില്ല. ഒരു രാഷ്ട്രീയ കൊലപാതകവും ന്യായീകരിക്കാൻ കേരള ജനതയ്ക്ക് കഴിയില്ല. ഒപ്പം കൊലപാതകങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്. ചിതറയിലെ CPM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPM ചിതറയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാകുമ്പോൾ CPM-ന്റെ ആരോപണങ്ങൾ ദുർബലമാക്കുന്നത് കൊല്ലപ്പെട്ട ബഷീറിന്റെ ബന്ധുക്കൾ തന്നെയാണ്. കൊലയാളിയായ ഷാജഹാൻ സ്ഥിരം ഗുണ്ടയാണെന്നും കൊല വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്നും ബന്ധുക്കൾ പറയുമ്പോൾ പെരിയയിലെ കൊലപാതക കറ കഴുകാനുള്ള CPM-ന്റെ പാഴ്ശ്രമമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. എന്നാൽ പെരിയയ്ക്ക് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കോൺഗ്രസുകാർ കൊലക്കത്തി താഴെയിടണമെന്ന് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ. കോടിയേരി പറയുന്നത് പോലെ CPM-മാർ കൊല്ലപ്പെടുമ്പോൾ മാത്രം വാക്കുതർക്കമായി വ്യാഖ്യാനിക്കുന്നു. അതോ വ്യക്തിവൈരാഗ്യത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടത്തുകയാണോ CPM? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. ചിതറയിലേത് രാഷ്ട്രീയ കൊലപാതകമോ എന്ന ചോദ്യമാണ് പ്രൈം ഡിബേറ്റ് ഇന്ന് ചോദിക്കുന്നത്. പ്രേക്ഷകർക്കും അഭിപ്രായം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും രേഖപ്പെടുത്താം. CPM നേതാവ് A. റഹീം കോഴിക്കോട് നിന്നും, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരത്ത് നിന്നും, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ സാണിക്കുട്ടി അബ്രഹാം ചേരുന്നു. ഒപ്പം കൊല്ലപ്പെട്ട ബഷീറിന്റെ ബന്ധുക്കളും പ്രൈം ഡിബേറ്റിൽ ചേരുന്നു. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്കും അതിഥികളിലേക്കും വരാം. ചിതറ കൊലപാതകത്തിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കളിയാക്കിയത് ചോദ്യം ചെയ്തുള്ള വൈരാഗ്യമാണ് ചിതറയിൽ CPM പ്രവർത്തകന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കോൺഗ്രസുകാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമടാ എന്ന് കുത്തിയ ശേഷം പ്രതി ഷാജഹാൻ ആക്രോശിച്ചു. രാഷ്ട്രീയ വൈരാഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. പ്രതി ഷാജഹാൻ പരിസരവാസികൾക്ക് സ്ഥിരം ശല്യമുണ്ടാക്കുന്നയാളാണെന്നും റിമാൻഡ് റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഷാജഹാന്റെ ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടോ? കൃത്യമായും പറയുന്നത് ഷാജഹാൻ, അതായത് ഈ കേസിലെ പ്രതിയായ കൊലപാതകം നടത്തിയ ഷാജഹാൻ കോൺഗ്രസ് അനുഭാവിയാണ് എന്ന കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പോലീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ബഷീർ CPM അനുഭാവിയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇത് സംബന്ധിച്ച കൊലപാതകം ഉണ്ടായത്. അന്ന് രാവിലെ ബഷീറിനെ സഞ്ജി ബഷീറെ കിഴങ്ങുണ്ടോ എന്ന് വിളിച്ച് കളിയാക്കി ഇത് ബഷീർ ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്നാണ് ബഷീറിന്റെ വീട്ടിൽ കയറി ഈ ഷാജഹാൻ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായത്. ആക്രമിച്ച ശേഷം കോൺഗ്രസുകാരോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് ആക്രോശിക്കുകയും ചെയ്തു. ഇത് റിമാൻഡ് റിപ്പോർട്ടിലും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇതിന് പിന്നീട് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാരണങ്ങളിലേക്കാണ് പോലീസ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമായ സൂചന നൽകുന്നില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. ഷാജഹാൻ ഒരു ക്രിമിനലാണ്, നിരവധി കേസുകളിൽ പ്രതിയാണ്, നാട്ടുകാർക്ക് മുഴുവൻ ശല്യമുണ്ടാക്കുന്നയാളാണ്. മാത്രമല്ല, കൊല്ലപ്പെട്ട ബഷീറിന്റെ അനുജൻ സുലൈമാനെ നേരത്തെ ആക്രമിച്ച കേസിലും പ്രതിയാണ് എന്ന കാര്യവും വ്യക്തമാക്കുന്നു. അതായത് ഇവർ തമ്മിൽ നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന കാര്യവും പശ്ചാത്തലത്തിലൂടെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം കൊലപാതകം നടത്തിയ ശേഷം അല്ലെങ്കിൽ ആക്രമിച്ച ശേഷം ബഷീറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഷാജഹാൻ പറയുന്ന വാചകം കൃത്യമായും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെക്കുകയും ചെയ്തിട്ട് കോൺഗ്രസുകാരോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന് പ്രതി ഷാജഹാൻ പറയുകയാണ്
പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷാജഹാനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കടക്കൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് നേരത്തെ ഹാജരാക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവന്നത്. ഇതിലാണ് പോലീസ് ഈ രാഷ്ട്രീയ കാരണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തും, രാഷ്ട്രീയ വൈരാഗ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്ന കാര്യവും വ്യക്തമാക്കുന്നത്. ശ്യാം, ഒറ്റ ചോദ്യം കൂടി. കോൺഗ്രസിന് കൂടുതൽ സ്വാധീനമുള്ള ചിതറ പഞ്ചായത്ത്, അതേസമയം CPM-ന് സ്വാധീനമുള്ള ചടയമംഗലം അടക്കമുള്ള തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രാദേശിക രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ എന്തെങ്കിലും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ? നിലവിൽ അത്തരം കാര്യങ്ങളൊന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശങ്ങളില്ല. പക്ഷേ ഇവർ തമ്മിൽ നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ വൈരാഗ്യമുണ്ട്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമുണ്ട്, അവർ തമ്മിൽ മുൻവൈരാഗ്യമുണ്ട്. കൊല്ലപ്പെട്ട ബഷീർ അനുജൻ സുലൈമാനെയും നേരത്തെ ഷാജഹാൻ ആക്രമിച്ചിരുന്നു. പക്ഷേ അതിന് പിന്നിൽ ചില രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന് സൂചന നൽകുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഷാജഹാൻ ആക്രമിച്ച ശേഷം കോൺഗ്രസുകാരോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന് പറഞ്ഞതായും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് അതിൽ കൃത്യമായിട്ട് സൂചന ഈ ഒരു വാചകത്തിലൂടെ മാത്രമാണ് നൽകുന്നത്. രാഷ്ട്രീയമായ വൈരാഗ്യമുണ്ടോ എന്ന കാര്യം, രാഷ്ട്രീയ വൈരാഗ്യമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നു എന്നും കൂടി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ചിതറ കൊലപാതകവുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതായിരുന്നു ഏറ്റവും പുതിയ വാർത്ത. പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ അതിഥികളിലേക്ക് കടക്കുന്നു. ആദ്യം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, പെരിയയ്ക്കുള്ള കോൺഗ്രസിന്റെ തിരിച്ചടിയാണ് ചിതറ എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇതിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവിടെ ഇന്നലെ ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ ബഷീറിനെ സുലൈമാൻ പറയുന്ന ഷാജഹാൻ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. അതിന് സാഹചര്യമുണ്ടായത് അവർ തമ്മിലുള്ള ഈ മരച്ചീനി കച്ചവടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര് വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഞാൻ ആദ്യമേ തന്നെ അപർണയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യമാണ്. നിങ്ങളുടെ റിപ്പോർട്ടറോട് കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ചിട്ട് അവതരിപ്പിക്കാൻ പറയണം. ഇപ്പോൾ പറയുന്നത് ബഷീറിൻ്റെ സഹോദരനായ സുലൈമാനെ ഈ ഷാജഹാൻ നേരത്തെ കുത്തിയിട്ടുണ്ടെന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഷാജഹാൻ്റെ തന്നെ സഹോദരനാണ് സുലൈമാൻ. നിങ്ങൾ ആദ്യം അത് ക്ലാരിഫൈ ചെയ്യണം. ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ സ്വന്തം സഹോദരനെ കുത്തിയ കേസിലെ പ്രതിയാണ് ഷാജഹാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലാതെ ബഷീറിന്റെ സഹോദരനെ അല്ല. ഇത്തരത്തിൽ വ്യാജമായ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അതൊരു പക്ഷേ ഒരു കേട്ടതിന്റെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ എറർ ആകാനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും. ഷാജഹാൻ സ്വന്തം സഹോദരനെ കുറിച്ച് നമുക്ക് വാർത്ത ഇന്ന് സ്റ്റോറി പോയതുമാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടർ ഒന്നിലധികം തവണ ഇപ്പോൾ ലൈവ് കൊടുത്തപ്പോൾ പറയുന്നത് ഈ സുലൈമാൻ എന്ന് പറയുന്നത് ബഷീറിന്റെ സഹോദരൻ എന്നാണെന്ന്. അത് തിരുത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആദ്യമേ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടർക്ക് ഇന്നലെ മുതൽ ന്യൂസ് 18 ദാരുണമായ താല്പര്യം ഇക്കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. കാരണം ഈ സംഭവം, ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഓരോ ചാനലുകളിലും വന്ന ബ്രേക്കിംഗ് ന്യൂസും ഫ്ലാഷ് ന്യൂസും ഞങ്ങൾ കണ്ടവരാണ്. അവിടെ ഒരു അപ്പുറവും ഇപ്പുറവും രണ്ട് വീട്ടുകാർ തമ്മിലുണ്ടായ തർക്കം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ തർക്കമായിരുന്നു. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നിങ്ങൾക്ക് എന്തോ അമിതമായ താല്പര്യമുള്ളതുപോലെ നിങ്ങളുടെ റിപ്പോർട്ടറിൽ കാണുന്നു. അത് വീണ്ടും അടിവരയുന്നതാണെന്ന് ഇപ്പോൾ പറയുന്ന അത് മാത്രമൊന്നും ഇടപെടട്ടെ. നമ്മൾ ആ വിഷയത്തിലേക്കല്ല കടക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതൊന്നും ഇടപെട്ട് ഞങ്ങളുടെ ഭാഗം ന്യായീകരിക്കാതെ കഴിയുമല്ലോ. കൃത്യമായ രീതിയിൽ ന്യൂസ് 18 വാർത്ത കൊടുത്തതാണ്. ഇതിനകത്ത് ബന്ധുക്കളുടെ മൊഴി കൃത്യമായി കൊടുത്തതാണ്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല വ്യക്തിവൈരാഗ്യമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടർ കൊടുക്കുകയും അങ്ങനെ തന്നെയാണ് വാർത്ത കൊടുക്കുകയും ചെയ്തത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവൽക്കരണം ഉണ്ടായിട്ടില്ല ന്യൂസ് 18 ഭാഗത്തു നിന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ വന്ന എററിനെ കുറിച്ച് കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ബഷീറിനെ സംബന്ധിച്ച് ബഷീർ അവിവാഹിതനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോടൊപ്പമാണ് താമസം. അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രിമാർ എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയവുമില്ല എന്ന്. ബഷീറിന് ചെവി കേൾക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇരട്ടപ്പേര് വിളിക്കുകയും അദ്ദേഹം മരച്ചീനി വ്യാപാരിയാണ്. അദ്ദേഹം മരച്ചീനി കൊണ്ട് നിറക്കിയതിന് ശേഷം അദ്ദേഹത്തെ സമീപിച്ച് മരച്ചീനി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കേട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തെ ഇരട്ടപ്പേര് വിളിക്കുകയും അദ്ദേഹം കോപാകുലനായി ഒരു കല്ലെടുത്തെറിയുകയും ചെയ്തു. ഇത് കല്ലെടുത്തെറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ ഷാജഹാൻ വീഴുകയും അദ്ദേഹത്തിന് നെറ്റിയിൽ ചെറിയ മുറിവും ഉണ്ടായി. തുടർന്ന് ബഷീർ കുളിച്ചുകൊണ്ടിരുന്ന ബഷീറിനെ ഷാജഹാൻ എത്തി കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. ഇവിടെ പറയുന്നത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പരമദരിദ്രമായ CPM-ന്റെ രാഷ്ട്രീയമാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു.
എന്നോടൊപ്പമുള്ള LDFന്റെ സഹപ്രവർത്തകൻ ആരായാലും അദ്ദേഹത്തെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. കോൺഗ്രസിന്റെ ബന്ധം, ഈ ഷാജഹാനും കോൺഗ്രസുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവ് തരാൻ, എന്തെങ്കിലും നിങ്ങളിപ്പോൾ പറയുന്നത്, നിങ്ങൾ പറയാൻ പോകുന്നത് റിമാൻഡ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ തന്നെ CPMന്റെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരനാണ് കൊന്നതെന്ന്. അപ്പോൾ പിന്നെ പോലീസ് അങ്ങനെ ചെയ്യാൻ കഴിയൂ? ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ പന്തളത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഒരാളെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അറ്റാക്ക് ആണെന്ന് പറഞ്ഞ ആളാണ്. എന്തുകൊണ്ടോ പോലീസ് അത് കേട്ടില്ല. പക്ഷേ ഇവിടെ കടക്കലിലെ പോലീസ് അത് കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ, തങ്ങൾക്ക് തടി തപ്പുവാൻ, പെരിയയിലുണ്ടായ അതിദാരുണമായ 2 കൊലപാതകങ്ങൾക്ക് പകരം വയ്ക്കുവാൻ നിങ്ങൾ രക്തസാക്ഷികളെ തിരക്കി ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണനോടൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരോട്, റഹീമിനോടൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരോട് എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഉറങ്ങരുത് ഇവരോടൊപ്പം കിടന്ന്. ഇവർ ചിലപ്പോൾ കൊന്നുകളയും. അവർക്ക് രക്തസാക്ഷികളെ ആവശ്യം. അവർ കോൺഗ്രസ്സുകാരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ജ്യോതികുമാർ ചാമക്കല റഹീം മറുപടി തരുമായിരിക്കും CPMന്റെ ഭാഗത്ത് നിന്ന്. അതിനു മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ ഈ കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് പെരിക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി സ്വീകരിച്ച നിലപാടുണ്ട്. വാർത്തകളിൽ കണ്ടതാണ്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ, ഒരുപക്ഷെ ചാനൽ ചർച്ചകൾ താങ്കൾ പോലും കൃത്യമായ രീതിയിലല്ല അന്വേഷണം പോകുന്നതെങ്കിൽ തിരിച്ചടിക്കേണ്ടതായി വരും, ഗാന്ധിയന്മാരാണ് കോൺഗ്രസ്, പക്ഷേ എന്ന് കരുതി എല്ലാം സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള സംഭാഷണം ഉണ്ടായിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ആ കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് പെരിക്ക് ശേഷം തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുകയാണോ പെരിയയിലെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ അതൊന്നുമല്ല വസ്തുത. ഇവിടെ ഒരു 2 പാവങ്ങൾ, ഒരാൾക്ക് 72 വയസ്സും ഒരാൾക്ക് 68 വയസ്സും. അവരുടെ പ്രായമല്ല പ്രശ്നം, പക്ഷേ മനുഷ്യജീവൻ തന്നെയാണ്. അവിടെ അവർ തമ്മിലുണ്ടായ സൗന്ദര്യപ്പണക്കത്തിന്റെ പുറത്ത് ഞാൻ വീണ്ടും ചലഞ്ച് ചെയ്യുന്നു. ഷാജഹാന്റെ എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ അറ്റാച്ച്മെന്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. അവിടെ MS മുരളി, എൻ്റെ പ്രദേശത്തിന് തൊട്ടടുത്താണ് ഈ ചിത്രയിലെ വളവ് വച്ചിലാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, MS മുരളി എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്നലെ പല ചാനലുകളിലും അപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഇതിനകത്ത് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല. അവർ തമ്മിൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ, അവർ തമ്മിലുണ്ടായ പരസ്പര ദേഷ്യത്തിൻ്റെ പുറത്ത്, പിണക്കത്തിൻ്റെ പുറത്ത്, ഇരട്ടപ്പേര് വിളിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മരശിനി ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ നടന്ന പരസ്പരം ഉണ്ടായ സംഘർഷവും അടിപിടിയും ബഹളവും ഉണ്ടായി. അത് അവസാനം കത്തിക്കുത്തിലേക്ക് മാറിയതാണ്. ഇതിന് രാഷ്ട്രീയമില്ല എന്ന് പ്രഖ്യാപിച്ചത് അവിടുത്തെ CPM നേതൃത്വമാണ്. പക്ഷേ എന്തുകൊണ്ടോ MA ബേബിക്കും, എന്തുകൊണ്ടോ കോടിയേരി ബാലകൃഷ്ണനും, എന്തുകൊണ്ടോ റഹീമിനും ഒന്നും ഇത് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയം കണ്ടെത്തിയേ മതിയാകൂ, ഇതിനകത്ത് റിസർച്ച് നടത്തിയേ മതിയാവൂ എന്നാണ് CPMന്റെ ഭാഗം. അവിടെയാണ് പൊളിറ്റിക്സ്. ഇതാണ് ചീഞ്ഞ പൊളിറ്റിക്സ്, ഇതാണ് നാണം കെട്ട പൊളിറ്റിക്സ്. ഞാൻ തിരികെ വരാം ജ്യോതികുമാർ ചാമക്കല, റഹീം നമുക്കൊപ്പം ചേരുന്നു. റഹീം, ജ്യോതികുമാർ ചാമക്കലയുടെ വാദങ്ങൾക്കുള്ള മറുപടി, ചിതറയിൽ കൊല്ലപ്പെട്ടത് CPM പ്രവർത്തകനാണ്, അതൊരു രാഷ്ട്രീയ കൊലപാതകമാണോ? പക്ഷേ ഒരു മനുഷ്യനെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം, ഒരു വയോധികനായ ഒരു മനുഷ്യനെ നിഷ്ഠൂരമായി രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയിട്ട് എത്ര നീചമായാണ് ഇതിനെ ഇങ്ങനെ നിങ്ങൾ ഡിസോൺ ചെയ്യുന്നത്? ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല അല്ലല്ലോ അതിൻ്റെ ഐ വിറ്റ്നസ്. അതിൻ്റെ ഐ വിറ്റ്നസ്സായ ആൾ ആ സംഭവം നടന്ന ഉടനെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴി, ആ മൊഴിയിൽ അദ്ദേഹം പറയുന്നു, കോൺഗ്രസ്സുകാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഈ സംഭവത്തിലെ ഏക ഐ വിറ്റ്നസ് അദ്ദേഹമാണ്. ആ ഐ വിറ്റ്നസ് പറയാണ് ഇതിൻ്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ കാര്യം. അദ്ദേഹം പലതവണ ഇപ്പോൾ വെല്ലുവിളിച്ചത് ഷാജഹാന്റെ രാഷ്ട്രീയ ബന്ധത്തെ ഒന്ന് എങ്ങനെ കാണിക്കുമെന്നാണ്. സാധാരണ ഈ അടുത്ത കാലത്തെല്ലാം രാഷ്ട്രീയ ബന്ധം ആരോപിച്ചാൽ എങ്ങനെയാണത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് കാണിക്കുക? എന്ത് തെളിവാണ് നിരത്തുക? ഫേസ്ബുക്കിലെല്ലാം അവർ ഏതെല്ലാം അനുകൂലമായി നിൽക്കുന്നുവോ അവരുടെ ആഭിമുഖ്യം ഫേസ്ബുക്കിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നാണ് കാണിക്കുക. ശ്രീ ജ്യോതികുമാർ ചാമക്കാല തന്നെ പറഞ്ഞു, ഈ പറയുന്നയാൾ പ്രതി നല്ല പ്രായം ചെന്നയാളാണ്, അദ്ദേഹം ഫേസ്ബുക്കൊന്നും ഉപയോഗിക്കുന്ന ആളുമല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് ചോദിക്കുന്നത് അങ്ങനെ ഒരു തെളിവില്ല എന്ന് പരിധി നോക്കി ഉറപ്പാക്കിയതിന് ശേഷമാണ്. പക്ഷെ ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നില്ലേ? എത്ര മൃഗീയമായാണ് കൊലപ്പെടുത്തിയത്? വ്യക്തിവൈരാഗ്യമാണ്. എത്ര നീചമായിട്ടാണ്, ഇരട്ടപ്പേര് വിളിച്ചു, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? കോൺഗ്രസുകാരൻ വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തി. എനിക്കുറപ്പുണ്ടാവണം, ഞങ്ങൾക്കുറപ്പുണ്ട്. അവിടെ ഒരാൾ വളരെ ബോധപൂർവം, ഇതെന്താ ഇങ്ങനെ ഇടപെടുന്നേ? വളരെ ബോധപൂർവം പോയി, വളരെ ബോധപൂർവം പോയി ഒരാളെ അങ്ങനെ അങ്ങ് കൊലപ്പെടുത്തും എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങളുടെ സുധാകരനല്ലേ പറഞ്ഞത് പെരിയയ്ക്ക് ചേട്ടൻ ഞങ്ങൾ പകരം ചോദിക്കുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കഴുത്തിൽ പിച്ചാത്തി വെക്കുമെന്ന് പ്രസംഗിച്ച നിങ്ങളുടെ നേതാവല്ലേ? നിങ്ങൾ അയാൾക്കെതിരെ നടപടിയെടുത്തോ? നിങ്ങൾക്ക് ഒരു വരി KPC പ്രസിഡന്റ് പറഞ്ഞോ?
നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ തെറ്റായിപ്പോയെന്ന്? ഈ പെരിയാർ സംഭവത്തിന് ശേഷം കേരളത്തിൽ നിങ്ങൾ എത്ര വീടുകൾ ആക്രമിച്ചു? ചെറിയ സാങ്കേതിക തകരാറ്, റഹീം സംസാരിക്കുന്നില്ല, ചെറിയ സാങ്കേതിക തകരാറ്, അതൊന്നും പരിഹരിച്ച് റഹീമിലേക്ക് തന്നെ തിരിച്ചെത്താം എന്ന് വിചാരിക്കുന്നു. ഒരല്പം സമയം തരിക, ചെറിയൊരു സാങ്കേതിക തകരാറുകൾ. ഞാൻ ജ്യോതികുമാർ ചാമക്കലിലേക്ക് പോകുന്നതിന് മുമ്പ് സണ്ണിക്കുട്ടി അബ്രഹാം, CPM കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വ്യക്തിവൈരാഗ്യമെന്നാണ്. പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. അപർണ, താങ്കളുടെ ചാനലിൻ്റെ റിപ്പോർട്ടർ തന്നെയാണ് പറയുന്നത് ഇത് വ്യക്തിവൈരാഗ്യമാണ്. പരിഹാസപ്പേര് വിളിച്ചതിൻ്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം ഉണ്ടായത്. എനിക്കിതൊന്നും നേരിട്ടറിയാവുന്ന കാര്യമല്ല. ഞാൻ താങ്കളുടെ ചാനലിൻ്റെ ലേഖകനെ വിശ്വസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ നിഷ്പക്ഷരാണെന്ന് കാണിക്കണമല്ലോ. നമ്മൾ രണ്ടു വശവും പറയുന്നവർ, അങ്ങനെയാണല്ലോ ചില പത്രപ്രവർത്തകർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ രാഷ്ട്രീയ വശം അന്വേഷിക്കും എന്ന് പറയുന്നതിൽ ഒരു സൂചനയുണ്ട്, അതിലൊരു രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നൊരു സൂചനയുണ്ടെന്ന് താങ്കളുടെ ലേഖകൻ വളരെ ഭംഗ്യന്തരേണ പറയാൻ ശ്രമിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി എന്റെ കയ്യിൽ തന്നെയുണ്ട്. കടക്കൽ പോലീസ് സ്റ്റേഷന്റെ പത്രക്കുറിപ്പാണ്. അതിനകത്ത് അവസാന വരിയിൽ അങ്ങനെയാണ് പറയുന്നത്: സ്ഥിരം ശല്യക്കാരനാണ് ഷാജഹാൻ. ടിയാന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ കേസിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തെക്കുറിച്ചും കൂടുതലായ അന്വേഷണം നടത്തി വരുന്നു എന്നുള്ളത് റിമാൻഡ് റിപ്പോർട്ടിലുള്ളതാണ്. അതാണ് റിപ്പോർട്ടർ പറഞ്ഞത്. അപർണ ഞാനതല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതിൻ്റെ അന്വേഷണം, ആ രാഷ്ട്രീയ വശം അന്വേഷിക്കും എന്ന് പറഞ്ഞത് അതിൽ റിപ്പോർട്ടിലുള്ളതാണ്. പക്ഷേ താങ്കളുടെ ലേഖകൻ വളരെ ഭംഗ്യന്തരേണ വളരെ പൊതിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇതിൽ ചില സൂചനകൾ, രാഷ്ട്രീയ കാരണങ്ങളിലെ സൂചനകളുണ്ടെന്ന്. അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് സൂചനകളാണുള്ളത്? അയാൾ പറഞ്ഞു എന്ന് പറയുന്നു, കോൺഗ്രസ്സുകാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ ഈ പിന്നെ ഇന്നത്തെ ചില വാർത്താ പോർട്ടലുകളിലും ഒക്കെ വന്ന വിവരങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ റിപ്പോർട്ടർ തന്ന വിവരങ്ങളൊക്കെ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ കാരണമുണ്ടോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നമ്മൾ ഇതിനെ സമീപിക്കുന്നത്, ഇപ്പോൾ റഹീമിൻ്റെ വാക്കുകൾ എന്തൊരു വികാരമാണ്. ഒരു കൊലപാതകത്തെക്കുറിച്ച്, പേരിയയിലെ 2 ചെറുപ്പക്കാരെ കൊല ചെയ്ത കേസിൽ എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ തന്നെയാണെന്ന് തോന്നുന്നു ഞാനും റഹീമും കൂടെ സംസാരിച്ചപ്പോൾ റഹീമിൻ്റെ സ്വരം ഇതൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ രാഷ്ട്രീയക്കാർക്കും കോൺഗ്രസ്സുകാർ മരിച്ചാൽ അവരതിനെ കൊണ്ടാടുന്നു, CPM മരിച്ചാൽ അവരതിനെ കൊണ്ടാടുന്നു. പക്ഷേ ഇതിനേക്കാൾ ഉപരി ജ്യോതികുമാർ ചാമക്കാലയാണല്ലോ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ജ്യോതിയോട് ഞാനൊന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ജ്യോതി, താങ്കൾ കൊല്ലം ജില്ലക്കാരനാണ്. ഈ ചവറയും ചിതറയും തമ്മിൽ എത്ര ദൂരവ്യത്യാസം കാണും? ഞാനത് ഗൂഗിളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ 65 കിലോമീറ്റർ ദൂരവ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ വന്ന് ചർച്ച ചെയ്യുന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങൾക്കറിയാമോ, ചവറയിലൊരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചുകുട്ടി, ഒരു 20-21 വയസ്സുള്ള ഒരു ITI വിദ്യാർത്ഥി രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കഥ താങ്കൾ അറിഞ്ഞല്ലോ. അതിൻ്റെ പ്രധാന പ്രതി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? CPM അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ഒരു സരസൻ പിള്ളയാണ്. നിങ്ങൾക്ക് ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചോ? ഒരു വലിയ നമ്മുടെ ഒരു പാവത്തിൽ ധാരാളം സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ച് ITIയിൽ പഠിച്ച് ആ കുഞ്ഞും ആ അമ്മയും കൂടി ഇരിക്കുന്ന ഒരു ചിത്രം കണ്ടാൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അവിടെ അതിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് CPM ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്കതൊരു പ്രധാന പ്രശ്നമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചോ എന്നുള്ളത് ജ്യോതികുമാർ ചാമക്കാലടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കേസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒറ്റ വാചകത്തിൻ്റെ പുറത്ത് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു കൊലക്കത്തി താഴെയിടാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകണമെന്ന് പറയുമ്പോൾ അവരെങ്ങനെ ആ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇവിടെ ബന്ധുക്കൾ പറയുന്നു അത് രാഷ്ട്രീയമില്ല, അത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലുള്ളതാണെന്ന് പറയുന്നു. ചില CPM നേതാക്കൾ തന്നെ പറയുന്നു. ഇന്നിപ്പം ഞാൻ ഈ ഫോണിൽ വന്ന ചില ഒരു CPIM സൈബർ പോരാളികൾ എന്നുള്ള അതിൽ പറയുന്നു. ശരിയാണെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ഞാൻ വായിച്ചതാണ്. അതിൽ പറയുന്നു, ചിലപ്പോൾ അത് ഡോക്ടറേറ്റ് ആവാം, അതിൽ പറയുന്നുണ്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കണം, രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിലും കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ കിട്ടിയ ഒരു ആയുധത്തെ, പേരിയയ്ക്ക് പകരമായിട്ട് കിട്ടിയ ഒരു ആയുധത്തെ എങ്ങനെ CPM ഉപയോഗിക്കുന്നു എന്നാണ് നിങ്ങളുടെ മുമ്പിൽ. ഈ കൊല്ലം ജില്ലയിൽ തന്നെ
മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കുഞ്ഞു ചെറുപ്പക്കാരൻ്റെ 10-20 വയസ്സുള്ള ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കൊലയിൽ ഒരു പ്രധാന പ്രതി CPM ആയിട്ട് പോലും അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വക വിഷയത്തിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കാനല്ലത്. CPM അവരുടെ കാര്യങ്ങൾ നടത്തട്ടെ, അങ്ങനെ ഈ കേസിനെയും അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ എനിക്ക് സാധിക്കൂ. ഞാൻ തിരികെ വരാം സാനിക്കുട്ടി അബ്രഹാം. ഇപ്പോൾ റഹീമിലേക്ക് പോകുന്നതിന് മുന്നേ നേരത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നിരുന്നു. റഹീം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ഥലവാസി കൂടിയായ ചിതറയിൽ സ്ഥലവാസി കൂടിയായ ലത്തീഫ് ചേരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ മെമ്പർ കൂടിയാണ് എന്നുകൂടി എടുത്തു പറയുന്നു. ലത്തീഫ്, ചോദിക്കുന്ന ചോദ്യം, ഷാജഹാന് കോൺഗ്രസുമായി ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നോ? ഷാജഹാന് കോൺഗ്രസുമായി ഒരു രീതിയിലുള്ള ബന്ധവും ഇന്ന് വരെ ഇല്ല. പ്രാദേശികമായി ചിതറയും ചടയമംഗലം അടക്കമുള്ള സ്ഥലങ്ങൾ പ്രാദേശികമായി കോൺഗ്രസ് CPM സംഘർഷവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്നില്ലേ? കുറെ കാലമായി അങ്ങനെ ഒരു സംഭവം ചിതറയിലില്ല. യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷമോ യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങളും ചിതറയിലില്ല. ഒളിഞ്ഞിരിക്കുന്ന കോൺഗ്രസും CPM-ആയിട്ട് പ്രശ്നമേ ഇല്ല. ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യം അന്വേഷിക്കുമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാന വരിയായിട്ട് എന്താണ് പ്രതികരണം ലത്തീഫ്? അല്ല, അത് അന്വേഷിക്കോട്ടെ, അത് അന്വേഷിക്കും. ഞങ്ങളും പോലീസിന്റെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആളും പറഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ചോട്ടെ, അതിന് നമുക്ക് പരാതിയില്ല. ഈ പ്രതി സ്ഥിരം ശല്യക്കാരനാണ്. ഈ പ്രതിയെ വെളിയിൽ വിടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് കുറെ കാലമായി. അവിടെ കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ആയിട്ടുള്ള വളവുപറ്റ ജവാദിനെ 1.5 വർഷത്തിന് മുമ്പ് ഈ പറയുന്ന പ്രതി പിടിച്ചു കളയുകയും ചീത്ത വിളിക്കുകയും ചെയ്ത് ചാരാഴ്ച അടിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ തിരിച്ചൊരടി കൊടുത്തു, തറയിൽ വീണു. തറയിൽ വീണപ്പോൾ ഈ ഷാജഹാൻ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എന്നിട്ട് കോടതിയിലും പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയും ജവാദിന്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടു. കോടതിയിൽ കൊടുത്ത പരാതിയും ജവാദിന്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ശനിയാഴ്ച ചേർന്നാണ് ജവാദ് അതിലൊരു കേസിൽ ജാമ്യം എടുത്തത്. ഒരു 4 മാസത്തിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ചാർജിലായ കേസിൽ, ഷാജഹാൻ കൊടുത്ത കേസിൽ ജാമ്യം എടുത്തു. ഈ ഷാജഹാന് വേണ്ടി ഹാജരാവുന്നത് തന്നെ അവിടെ CPM-ന്റെ നേതാവ് അബ്ദുൽ സലാം എന്ന് പറയുന്ന ആളിന്റെ മകൻ അഡ്വക്കേറ്റ് അൻസാരിയാണ് ഷാജഹാന് വേണ്ടി കോടതിയിൽ ഹാജരാവുകയും കേസ് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. റൈറ്റ്, നന്ദി ലത്തീഫ് പ്രതികരിച്ചതിന്. റഹീം, കോൺഗ്രസിന്റെ മെമ്പർ കൂടിയാണ് സ്ഥലവാസിയായ ലത്തീഫ്. അതുകൊണ്ട് ലത്തീഫ് പറയുന്ന ആരോപണങ്ങൾ റഹീമിനെ മുഖവിലേക്ക് എടുക്കാമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കളയാം. പക്ഷേ ഈ കൊലപാതകി സ്ഥിരം മദ്യപാനിയും കഞ്ചാവിനടിമയും സ്വന്തം അനിയനെ മുൻപ് കുത്തിയ ആളാണെന്നൊക്കെ പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട ബഷീറിന്റെ മരുമകളും അത് തന്നെ ബഷീറിന്റെ സഹോദരൻ ആവർത്തിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. ഇതിലെവിടെയാണ് രാഷ്ട്രീയം? അപർണ, ഞാനതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. അദ്ദേഹത്തിന് ആകെയുള്ളൊരു പ്രശ്നം കോൺഗ്രസ് എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഉപകരണമെന്ന് താങ്കളെപ്പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് പറയേണ്ടി വരുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് തന്നെ പറയുന്നു അങ്ങക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല എന്ന്. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് ഞാൻ ചോദിക്കുന്നു, നിഷ്ഠൂരമായി നടന്നൊരു കൊലപാതകത്തെ നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലെ ലഘൂകരിക്കുന്നത്? ഞാൻ അന്ന് പെരിയയുടെ സംഭവത്തിൽ ഇവിടെ വന്ന് ഞാനും ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമും ഉണ്ടായിരുന്നു. ഞാനതിനെ ലഘൂകരിച്ചില്ല. അത് തെറ്റെന്ന് തന്നെയാണ് പറഞ്ഞത്. വ്യക്തിപരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് അതിലും പറയാനുണ്ടായിരുന്നല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു ചാനൽ ആദ്യം പെരിയ സംഭവത്തിലെ പ്രതികരണം എന്തായിരുന്നു? അതിലൊരാളുടെ ബൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ. അയാൾ പറയുന്നുണ്ടല്ലോ, ഈ 2 വീട്ടുകാരറിയാതെ ഇത് നടക്കില്ല, ഈ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങളത് വല്ലതും പറഞ്ഞോ? ഞങ്ങളതൊന്നും പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തിപരമായൊരു എലമെന്റ് ഉണ്ടാകാം. എല്ലാ കൊലപാതകവും നിങ്ങൾ എടുത്തോ, വ്യക്തിപരമായൊരു എലമെന്റ് ഉണ്ടാകാം. പക്ഷെ അത് CPIM-കാരൻ കൊല്ലപ്പെട്ടാൽ അത് വ്യക്തിപരമായി മാറും. അല്ലാതെ തിരിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ അതെന്തായി മാറും? അത് പൊളിറ്റിക്കൽ മർഡർ ആവും. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അതെന്ത് യുക്തിയാണ്? ഇവിടെ പറഞ്ഞെന്താ, കോൺഗ്രസിനെതിരെ ഒരു പ്രവർത്തകനെ ഇയാൾ ആക്രമിച്ചിട്ടുണ്ടെന്ന്. കോൺഗ്രസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് എടുക്കണതായിരിക്കും. ഇപ്പോൾ ഇന്നലെ കാസർഗോഡ് നിങ്ങൾ ആരെങ്കിലും വാർത്തയാക്കിയോ? ഈ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിന് എന്താ പറയാനുള്ളത്? കോൺഗ്രസ് ഇതിനെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? അദ്ദേഹം അങ്ങനെ കോൺഗ്രസ് പക്ഷപാതിയായി സംസാരിക്കുന്ന ആൾ തന്നെയാണല്ലോ. ഞാൻ അങ്ങനെ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, കാസർഗോഡ് ഇന്നലെ ഈ 2 ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ മരണത്തെ തുടർന്ന് അവരുടെ കുടുംബത്തെ സഹായിക്കാൻ കോൺഗ്രസ് പാർട്ടി ബക്കറ്റുമായി ഇറങ്ങി. ഞാനതിനെ നല്ല കാര്യമായി കാണുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ പേരിൽ റോഡിൽ കിടന്ന് പരസ്പരം അടിച്ചു. എല്ലാ ചാനലിലും വാർത്തയുണ്ട്. നിങ്ങൾ ഇത് വായിച്ച പോർട്ടലിൽ അതും വായിച്ചല്ലോ. എന്താ കോൺഗ്രസിന്റെ ആ സമീപനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? 2 ചെറുപ്പക്കാർ മരിച്ച് ചിതയിലെ തീ അണയുന്നതിന് മുമ്പ് അതേ ജില്ലയിൽ അതിനരികിലായി
ഫണ്ട് പിരിവിനെ തുടർന്ന് തർക്കം നടന്ന ഒരു DCC അധ്യക്ഷ, കോൺഗ്രസിന്റെ സമുന്നതയായ ഒരു നേതാവിന് അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു. വാർത്തയായിരുന്നല്ലോ. എന്തുകൊണ്ട് താങ്കൾ അത് കാണുന്നില്ല? ഒരു സംഭവത്തിൽ നിഷ്ഠൂരമായി വിലപിക്കുകയല്ല. ഇനിമേൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകാൻ പാടില്ല. ഒരു സാധു മനുഷ്യൻ ഇപ്പൊ പറയാണ് അദ്ദേഹത്തിന്റെ പ്രായമാണ്, അദ്ദേഹത്തിന്റെ പ്രായത്തെ എന്തിനാണ് അപമാനിക്കുന്നത്? ഒരു സാധു മനുഷ്യനെ നിഷ്ഠൂരമാമിധം കൊലപ്പെടുത്തി, അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ റഹീം പെരിയയുമായി കൂട്ടിച്ചേർത്ത് പറയുന്നതിലല്ലേ റഹീം പ്രശ്നം? പെരിയയുമായി ഇത് കൂട്ടിച്ചേർത്ത് പറയുന്നു. പെരിയയിലെ വിഷയം വന്നപ്പോൾ CPM-ന്റെ MLA-മാർ പോലും ആരോപണത്തിന്റെ തുമ്പത്ത് വന്നു. അവരുടെ വീട്ടുകാർ എന്ത് പറഞ്ഞു? ഇതെല്ലാം മാധ്യമങ്ങൾ കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബന്ധുക്കൾ തന്നെ പറയുകയാണ് യാതൊരുവിധ വ്യക്തിവൈരാഗ്യവുമില്ല, ഇതങ്ങനെയല്ല ഉണ്ടായത്, ഒരു കൊടും ക്രിമിനലാണ് എന്ന് പറയുന്നു. അതിനു മുൻപ് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് ഇത് കോൺഗ്രസ് കൊലക്കത്തി കയ്യിലെടുത്തതാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമില്ലേ? ഒരു രാഷ്ട്രീയ മുതലെടുപ്പ്, ഒരു തിരിച്ചടി, അങ്ങനെ CPM ഒരു നീക്കം നടത്തി, അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടില്ലേ? അല്ല, അങ്ങനെ വസ്തുതാപരമായി നിങ്ങൾ വളച്ചൊടിക്കരുത്. ഈ സംഭവത്തെ വളരെ ബോധപൂർവം ശ്രീ ജ്യോതികുമാർ ചാമക്കാല സമർത്ഥമായി വളച്ചൊടുക്കുകയാണ്. ഈ സംഭവത്തിൽ ഈ മൊഴി കൊടുത്തയാൾ അദ്ദേഹത്തോടൊപ്പമാണ് അവിവാഹിതനായ ഈ നമ്മുടെ സഖാവ് ബഷീർ താമസിക്കുന്നത്. ഈ സംഭവത്തിൽ ഈ കൊലപാതകത്തിന് ഏക ഐവിറ്റ്നസ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്നാണ് ബഷീർ മരിക്കുന്നത്. അദ്ദേഹമാണ് തുടർച്ചയായി കുത്തിക്കൊണ്ടിരുന്ന ഈ അക്രമിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ ആളിന്റെ മൊഴിയാണിത്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനാണ്. പിന്നെ വേറെ ഏത് വകയിലെ ബന്ധുവിന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ പറയുന്നു. അതിനേക്കാൾ വലിയ രക്തബന്ധമുണ്ടോ? അദ്ദേഹമാണെങ്കിൽ ആ സംഭവത്തിന്റെ ഐവിറ്റ്നസുമാണ്. അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയെ വിശ്വസിക്കണമോ, നിങ്ങൾ മൈക്ക് വെച്ച് നിങ്ങൾ എടുക്കുന്ന ഏതോ അകന്ന ബന്ധുവിന്റെ മൊഴി വിശ്വസിക്കണമോ? യുക്തിപരമായി സംസാരിക്കണ്ടേ? ബന്ധുവിന്റെ മൊഴിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ബന്ധു, ഐവിറ്റ്നസ് ആയ ബന്ധു പറയുന്നു പൊളിറ്റിക്കലാണെന്ന്. എത്ര നോക്കൂ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ ചർച്ചയിൽ തന്നെ എത്ര ലാഘവത്തോടെയാണ് ഇരിക്കുന്നത്. ഒരു മനുഷ്യനെ കൊന്നതിന് ശേഷം ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ കോൺഗ്രസ്, അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ തന്നെ വീടിനരികിലാണെന്ന്. കോൺഗ്രസ്, ഈ ഷാജഹാന്റെ കോൺഗ്രസ് ബന്ധത്തെ കുറിച്ച് ചിത്രയുള്ള ആളുകൾക്ക് അറിഞ്ഞൂടെ? ആർക്കറിഞ്ഞൂടത്തെ? കോൺഗ്രസിന് വേണ്ടി എന്തും ചെയ്യാൻ പോകുന്ന, എന്ത് ക്രിമിനൽ പ്രവർത്തനവും ഏറ്റെടുക്കുന്ന, നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു മെമ്പർ പറഞ്ഞതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരാൾ, അയാള് ഒറ്റയ്ക്ക് വന്നൊക്കെ ചെയ്തിട്ട് പോകുമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഒരു സാധു മനുഷ്യനെ വേട്ടയാടുകയാണ്. കോൺഗ്രസ് ആയുധം താഴെ വെക്കണം. ഒന്നുമല്ല, കോൺഗ്രസ് ഇത് തെറ്റാണെന്ന് തള്ളിപ്പറയണ്ടേ? ഈ ക്രിമിനലിന് വേണ്ടി കോൺഗ്രസിന് എന്നാ ബക്കറ്റും കൊണ്ട് ഇറങ്ങുന്നത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് സംശയമുള്ളൂ. ഞാൻ തിരികെ വരാം. റഹീം, ജ്യോതികുമാർ ചാമക്കാല മറുപടി ജ്യോതികുമാർ ചാമക്കാല, ഇതിനകത്ത് രാഷ്ട്രീയ വൈരാഗ്യമില്ല എന്ന് റിമാൻഡ് റിപ്പോർട്ടിനകത്തില്ല. ഒന്ന്. രണ്ട്, പെരിയയിലെ കൊലപാതകക്കറ കളയാൻ CPM ശ്രമിക്കേണ്ട ഇതുവഴി എന്ന് കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറയുമ്പോൾ അതിലും ഒരു രാഷ്ട്രീയം ഇല്ലാതെ ഇല്ലല്ലോ. റഹീമിനുള്ള മറുപടി ജ്യോതികുമാർ ചാമക്കാല. ഞാൻ റഹീമിനല്ല ഉദ്ദേശിക്കുന്നത്, CPM-നെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നു അമ്പേ നിന്റെ തൊലിക്കട്ടി. അത് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് റഹീം ആയതുകൊണ്ട് അത് പറയാതെ നിർവാഹമില്ല. അത് ഇൻവെർട്ടർ കോമയിലാണ് അമ്പേ നിന്റെ തൊലിക്കട്ടി എന്നത്. കാരണം അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഇവിടെ എത്ര വിചിത്രമായിട്ടാണ് വന്നിരുന്നത് ഇങ്ങനെ വിളമ്പുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം പറഞ്ഞ, ഇവിടെ അവർ പറയുന്നു ആ ഐ വിറ്റ്നസ്, ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ സഹോദരി പുത്രിമാരും ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയവുമില്ല. അവിടെ സ്പോണ്ടേനിയസ് ആയ ഒരു വിഷയം, ഇവർ തമ്മിൽ മുൻവൈരാഗ്യമില്ല, ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് അവരുടെ ബന്ധുക്കൾ പറയുന്നു. പ്രാദേശിക CPM നേതാക്കൾ പറയുന്നു. പ്രാദേശിക CPM നേതാക്കളിൽ ഒരാളുടെ പേര് തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിഷ്വൽസ് ലൈവിൽ എയറിൽ നിന്നുകൊണ്ട് അവിടുത്തെ പല CPM നേതാക്കന്മാരും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ, റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും കമന്റ് ആയിട്ടിട്ടുണ്ട് ഈ പറയുന്നതെല്ലാം തെറ്റാണ്, അദ്ദേഹം ഒരു മരച്ചീനി വ്യാപാരിയായിരുന്നു, അദ്ദേഹത്തെ മറ്റേ കള്ളുടിയൻ വന്ന് കുത്തിക്കൊന്നു എന്ന്. പക്ഷേ ആ കൊലപാതകത്തെ ഞങ്ങൾ ഒരു കൊലപാതകത്തെയും വളരെ ന്യായീകരിച്ചിട്ടില്ല. കൊലപാതകങ്ങളെല്ലാം കൊലപാതകം തന്നെയാണ്. ഒരു മനുഷ്യജീവനെ എടുക്കാൻ ആർക്കും അവകാശമില്ല. പെരിയയിലെ പോലെയോ ഷുഹൈബിന്റെ കാര്യത്തിലെ പോലെയോ അരിൽ ഷുക്കൂറിന്റെ കാര്യത്തിലെ പോലെയോ TP ചന്ദ്രശേഖരനെ പോലെയോ പ്ലാൻ ചെയ്ത് 51, 58 വെട്ടുകെട്ടിയായി കൊല്ലുന്നതും ഒരു കുത്തിന് കൊല്ലുന്നതും കൊല്ലാൻ പാടില്ല ഒരാളെ പോലും. ഇവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കൊടുത്ത മൊഴി എന്നാണ്. ഞാൻ അപർണയോടൊരു കാര്യം ചോദിക്കുന്നു. നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ മുഴുവൻ വാർത്താമാധ്യമങ്ങളും പേപ്പർ, എല്ലാ ന്യൂസ് പേപ്പേഴ്സും ഇന്ന് ഈ വാർത്ത കോട്ട് ചെയ്തിട്ടുണ്ട്, ഈ വാർത്ത കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോലീസ് സോഴ്സിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്നാണ്, ഇതിനകത്ത് മുൻവൈരാഗ്യം ഇല്ല എന്നാണ്, അവിടെ ഉണ്ടായ പ്രശ്നമാണെന്നാണ് എല്ലാ പത്രങ്ങളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, എക്സെപ്റ്റ് കൈരളിയും പീപ്പിളും.
അതുപോലെ ദേശാഭിമാനിയും. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ പോലീസ് എങ്ങനെ നിലപാട് മാറ്റി? അപ്പോൾ ഇന്ന് വൈകുന്നേരം ആവുന്ന മൊഴി കൊടുത്തത് അല്ലല്ലോ. ഇന്നലെ ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഒരു ഇത് വരണമല്ലോ. ഇന്നലെ FIR എടുക്കുമ്പോൾ അതിനകത്ത് അന്വേഷിക്കുമല്ലോ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒരു കാര്യവും ഇന്നലെ പോലീസ് അസന്നിഗ്ധമായി പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന്. ഇന്ന് രാഷ്ട്രീയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യം ഭരിക്കുന്നത്, ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു ഇതിനകത്ത് കോൺഗ്രസ്സുകാരാണ് എന്ന്. ആ സെക്രട്ടറി പറഞ്ഞാൽ കേൾക്കാൻ ബാധ്യസ്ഥരാണ് താഴോട്ടുള്ള പോലീസുകാർ. അവരത്രയെങ്കിലും ചെയ്യേണ്ടി വരുന്നു. അതവരുടെ ഗതികേടാണ്. ഇതിനകത്ത് ഞാൻ റഹീമിനെ ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. ഇദ്ദേഹം ഈ പറയുന്ന ഷാജഹാൻ കോൺഗ്രസുമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധം, ഒരു ദിവസത്തെ ബന്ധം, ഒരു പ്രകടനത്തിൽ പങ്കെടുത്തത്, ഒരു യോഗത്തിൽ പങ്കെടുത്തത്, ഒരു പബ്ലിക് മീറ്റിംഗ് ഞങ്ങളുടെ കേൾക്കാൻ നിന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ കമാൽ അവിടെ കൃത്യമായും CITUവിൻ്റെ തൊഴിലാളിയായിരുന്നു. അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം അതേ ജോലി ഇദ്ദേഹം കുറേ കാലം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മദ്യപാനിയായി അദ്ദേഹം സ്വന്തം സഹോദരനെ ഇത് ചെയ്തു, മർദ്ദിച്ച കേസുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരെ മർദ്ദിച്ച കേസുണ്ട്. ഇദ്ദേഹം ഒരു സാമൂഹ്യ വിരുദ്ധനാണ്. കോൺഗ്രസുമായുള്ള ബന്ധം തെളിയിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അവിടുത്തെ CPM-കാർ പോലും പറയില്ല, അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നില്ല. പക്ഷേ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ മാത്രമേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അവരുടെ വാക്ക് കേട്ടുകൊണ്ട് ഒരു സംസ്ഥാന സെക്രട്ടറി DYFയുടെ ഇവർക്ക് 3 പേർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ദിവ്യജ്ഞാനം ഉണ്ടായിട്ടുള്ളൂ. ദിവ്യജ്ഞാനത്തിലൂടെ അവർ പറയുന്നു കോൺഗ്രസ്സുകാരാണെന്ന്. പക്ഷേ പ്രാദേശിക CPM നേതാക്കൾ അവർക്ക് കൃത്യമായി അറിയാൻ കാര്യങ്ങൾ. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ് നിങ്ങൾ സ്ഥാനാർത്ഥി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ ജില്ലാ സെക്രട്ടറി ഇന്നലെ മുഴുവൻ ചാനലുകളിലും മുഴുവൻ പത്രങ്ങളിലും വിളിച്ച് പരമാവധി പണിയെടുത്തു, ഇതൊരു കൊലപാതകമാക്കി തരണേ എന്ന് പറഞ്ഞിട്ട്. എങ്ങും ഏശിയില്ല. ആകപ്പാടെ ഞാൻ പറഞ്ഞല്ലോ, കൈരളിയും ദേശാഭിമാനിയെ മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ. യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ ഇടപെടുന്നു ജ്യോതികുമാർ ചാമക്കല, ഞാനൊന്ന് ഇടപെടുന്നു ജ്യോതികുമാർ ചാമക്കല. ചോദ്യം സാനിക്കുട്ടി അബ്രാമിനോടാണ്. അങ്ങനെ ഇത് റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യമാണ്. കുത്തിയ ശേഷം കോൺഗ്രസ്സാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെടാ എന്ന് പറഞ്ഞു എന്നാണ് അതിനകത്ത് മൊഴിയുള്ളത്. ഈ കടക്കൽ, ചടയമംഗലം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ CPM-ന് സ്വാധീനമുള്ള സ്ഥലമാണ്. 5ഓളം പഞ്ചായത്തുകൾ, 2 പഞ്ചായത്തുകൾ ചിതറ അടക്കമുള്ളവയിൽ കോൺഗ്രസിന് സ്വാധീനമുള്ളതാണ്. പ്രാദേശിക സംഘർഷങ്ങൾ ഒട്ടുമില്ല, തുലോം വിരളമായ സ്ഥലം അല്ല. കൃത്യമായ ആലോചിച്ച് ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി നടത്തിയ രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് സമ്മതിച്ചാൽ പോലും ഇത് നടത്തിയത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. അതാണ് തള്ളിക്കളയുന്നത്. ഒട്ടും രാഷ്ട്രീയമില്ല എന്ന് പറയാൻ കഴിയുമോ? രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറഞ്ഞാലും കൊലയിൽ രാഷ്ട്രീയമേ ഇല്ല എന്ന് കണ്ണടച്ചു പറയാൻ കഴിയുമോ? റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ സാനിക്കുട്ടി അബ്രാം? അല്ല, റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പറയുന്നില്ലല്ലോ അപർണ. ഞാൻ പറയുന്ന CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു നിലപാടെടുക്കുന്നു, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഒരു നിലപാടെടുക്കുന്നു. ആ നിലപാട് അങ്ങനെ എടുക്കുമ്പോൾ ഈ പ്രതിക്ക് എന്തെങ്കിലും കോൺഗ്രസ് ബന്ധമുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ. അത് ജ്യോതി പറയുന്നതാണോ ശരി? റഹീമാണേലും ജ്യോതിയേക്കാൾ ഈ ആളിനെ പരിചയമുണ്ടെന്നുള്ള മട്ടിലാണ് പറയുന്നത്. അതായത് ഈ പ്രതിയെ റഹീമിന് ഏറ്റവും അടുത്ത് പരിചയം എന്നുള്ള മട്ടിലാണ് റഹീം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് CPM-ൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ഇക്കാര്യത്തിലൊരു നിലപാട് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഈ റിമാൻഡ് റിപ്പോർട്ടൊന്ന് സൂചിപ്പിക്കാമായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പിന്നെ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് പറയുമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. റഹീം എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കണമെന്നല്ല. എന്തുകൊണ്ട് ചവറയിലെ കൊലപാതകത്തെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചില്ല എന്നല്ല ഞാൻ ചോദിച്ചത്. CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രതിസ്ഥാനത്ത് വന്നിട്ട് പോലും അതിനെ ടേക്കപ്പ് ചെയ്യാൻ, അതിനെ ഉയർത്തിക്കാണിക്കാൻ, ആ CPM-ൻ്റെ ബന്ധം ഉയർത്തിക്കാണിക്കാൻ CPM-ൻ്റെ നേതാവ് ഒളിവിൽ പോയിരിക്കുന്നു. പോലീസ് ഇപ്പോഴും പറയുന്നതായി ഒളിവിലാണെന്നാണ്. ഈ ബന്ധങ്ങളെ, ഈ രാഷ്ട്രീയ ബന്ധങ്ങളെ, ഈ കൊലപാതക പ്രതിയുമായുള്ള ബന്ധങ്ങളെയും എന്തുകൊണ്ട് ടേക്കപ്പ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് റഹീം പറയുന്നത്, സീനിയർ മുതിർന്ന പത്രപ്രവർത്തകനായ ഞാൻ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു എന്നാണ്. ഇവിടെ രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കട്ടെ. ഒരുപക്ഷെ ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമല കേസിൽ ഇവർ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം, 2 നിലപാടുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ ഈ പ്രളയത്തിന് ശേഷം ഈ ഗവൺമെൻറ് എടുത്ത നടപടികളിൽ, കേരളത്തെ പുനർനിർമ്മിക്കുന്നതിൽ ഗവൺമെൻറ് എടുത്ത നടപടികളിൽ ഷാജഹാൻ ഒരു പക്ഷേ അസംതൃപ്തി ഉണ്ടായിരിക്കാം, ബഷീറുമായിട്ട് തർക്കമുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഏതെങ്കിലും കാര്യവശാലുള്ള രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ.
ഈ ഈ ഈ ഈ ഈ പോലീസ് എന്ന് പറയുന്നത് CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത്. അവർക്കെന്താ അങ്ങനൊരു, ഇവർക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെങ്കിൽ, ഇതിൻ്റെ മേലെ രാഷ്ട്രീയമുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ഇവിടെ നടന്ന ഇപ്പോൾ സംഭവം, ഇപ്പോൾ നമുക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് എന്താണ്? പെരിയയിലൊരു 2 കൊലപാതകം നടന്നു. അതിൻ്റെ CPM വല്ലാത്ത ഒരു പ്രതിരോധത്തിൽ നിൽക്കാം. അപ്പോൾ അതിനിങ്ങനെ വിശന്ന് പറഞ്ഞിരുന്നപ്പോൾ കിട്ടിയ ഒരു എല്ലിൻ കഷണം കൃത്യമായിട്ട് ആർത്തിയോടുകൂടി ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അതിപ്പം പ്രതിരോധ നീക്കം മാത്രമാണോ CPM നടത്തുന്നത്? CPM-ന്റെ അവകാശവാദങ്ങൾ. തീർച്ചയായും ഞാൻ തിരികെ വരാം. സണ്ണിക്കുട്ടി അബ്രഹാം, ചെറിയൊരു ഇടവേളയ്ക്ക് പോയ ശേഷം പ്രതിരോധം മാത്രമാണോ CPM നടത്തുന്ന നീക്കം? ആ നീക്കം കൂടിയാണോ, അവകാശവാദങ്ങൾ കൂടിയാണോ പൊളിയുന്നതും? ജ്യോതികുമാർ ചാമക്കല, ഒരു ചർച്ച വരുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ കൊലപാതകമാണെന്നും അത് കോൺഗ്രസിന്റെ തിരിച്ചടിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആരോപിക്കും, അത് അല്ലെന്ന് മരിച്ചയാളുടെ ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഗിമ്മിക്കൊക്കെ നടത്തി പെരിയയിലെ കൊലപാതകര കഴുകാൻ നോക്കരുത് CPM എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നിടത്തും ഇല്ലേ ഒരു രാഷ്ട്രീയം? നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അന്വേഷിക്കും എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ ആരോപിക്കുന്നത് പോലെ CPM-ന്റെ പോലീസാണല്ലോ, അത് ഇന്ന് 24 മണിക്കൂറിന് ശേഷം വന്നതാണല്ലോ എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ പോലും അതും അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പെരിയെ എടുത്തെടുത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആ വാക്കുകൾ പറയുന്നിടത്ത് അതിലുമില്ലേ ഒരു രാഷ്ട്രീയം? അപർണ, ഇതിനകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കോൺഗ്രസിൻ്റെ 2 ചെറുപ്പക്കാരെ അവരെ അരുംകൊല ചെയ്തിട്ടും ഞങ്ങൾ ഒരു ഇത്തരത്തിലുള്ള മറുകൊലയ്ക്ക് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളുടെ ഷുഹൈബിനെ കൊന്നപ്പോഴും 51 വെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും അല്ലെങ്കിൽ അരിയിൽ ഷുക്കൂറിനെ കൊന്നപ്പോഴും ഒന്നും ഞങ്ങൾ മറിച്ച് കൊല്ലാൻ പോയിട്ടില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കൊലപാതക കേസിലും ഞങ്ങൾ പ്രതികളായിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളായിട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് ഈ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമാണ്. അവരുടെ കണക്കനുസരിച്ച് 20 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ 16 എണ്ണവും നടത്തിയിട്ടുള്ളത് CPM ആണ്, 2 എണ്ണം നടത്തിയിട്ടുള്ളത് RSS BJP ആണ്, 2 എണ്ണം നടത്തിയിട്ടുള്ളത് SDPI ആണ്. ഈ 20 കൊലപാതകങ്ങളിൽ 11 പേരും മരിച്ചിട്ടുള്ളത് BJP RSS പക്ഷത്തു നിന്നാണ്. 3 പേർ കോൺഗ്രസ്സുകാരാണ്, ഷുഹൈബും ഇപ്പോൾ കൃപേഷും ശരത്ലാലും ഉൾപ്പെടെ. അതുപോലെ തന്നെ 3 പേർ മരിച്ചിട്ടുള്ളത് IUML-ൻ്റേതാണ്. ഈ CPM-ൻ്റെ പാർട്ടി വിട്ട ഒരാൾ ഉൾപ്പെടെ 20 പേർ മരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കേസിലും പ്രതിയായിട്ടില്ല. ഇവിടെ പെരിയ കൊലപാതകം രാഷ്ട്രീയ രംഗത്തുണ്ടാക്കിയിരിക്കുന്ന കോളിളക്കം, അത് കാൽക്കീഴിലെ മണ്ണ് LDF-ൻ്റെ ചോർന്നു പോകുന്നു, പ്രത്യേകിച്ച് CPM-ൻ്റെ ചോർന്നു പോകുന്നു എന്ന് ബോധ്യമായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് തിരഞ്ഞു നടക്കുന്നത് സാധാ പ്രവർത്തകരോ ജില്ലാ നേതാക്കളോ അല്ല, സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ ഇത് തന്നെയാണ് BJP-കാരും ചെയ്തത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ബലിദാനിയെ വേണമായിരുന്നു. നമ്മൾ കണ്ടതല്ലേ, പത്തനംതിട്ടയിൽ ബൈക്ക് ഓടിച്ചു പോയ ഒരു ലോട്ടറി കച്ചവടക്കാരൻ മരിച്ചു, അതിനെ ബലിദാനിയാക്കാൻ ശ്രമിച്ചു. ഇവിടെ അവരുടെ സമരപ്പന്തലിൽ വന്ന് ആത്മഹത്യ ചെയ്ത ആളിനെ ബലിദാനിയാക്കാൻ ശ്രമിച്ചു. അതുപോലെ CPM-ഉം ഇപ്പോൾ ഒരു രക്തസാക്ഷിയെ തിരക്കി നടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് അവർ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഈ റഹീമിൻ്റേത് ഉൾപ്പെടെ MA ബേബിയുടെ ഉൾപ്പെടെ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അപഖ്യാതികളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന, എന്നെ സംബന്ധിച്ച് നിരവധി പോസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാചകം എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ്. കൊല്ലത്ത് മുതിർന്ന CPM പ്രവർത്തകൻ്റെ കൊലപാതകം, കോൺഗ്രസ് ജില്ലാ നേതാവ് ഷാജഹാൻ പോലീസ് പിടിയിൽ. ജില്ലാ നേതാവ് ഷാജഹാൻ പോലീസ് പിടിയിൽ. കൊലപാതകം നടന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെ. കോൺഗ്രസ് ഗുണ്ടാ നേതാവ് ജ്യോതികുമാർ ചാമക്കാലയെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധികളായ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇതിനൊന്നും പുല്ലുവില കൊടുക്കുന്നില്ല. ഞങ്ങളിത് നിയമപരമായ പക്ഷേ നേരിടും, ഒരു സംശയവും വേണ്ട. ഇതിനെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ഞങ്ങളെ ടാർണിഷ് ചെയ്യണം. നടക്കുകയില്ല. ഞങ്ങളൊരു കൊലപാതകത്തിനും വരുന്നില്ല, ഞങ്ങളൊരു അക്രമത്തിനും വരുന്നില്ല. ഇതിൽ പോലും കോൺഗ്രസുമായി പുലബന്ധം പോലും ഇല്ലാത്തവൻ ഷാജഹാൻ എന്ന് പറയുന്ന ക്രിമിനൽ, കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് നടക്കുന്ന ഷാജഹാൻ ഏതെങ്കിലും പാർട്ടി അംഗമായിട്ടുണ്ടെങ്കിൽ അത് CPM-ൽ മാത്രമേ അദ്ദേഹം അംഗമായിട്ടുള്ളൂ. ആ ഒരാളെ പിടിച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനും MA ബേബിയും A റഹീമും കൂടെ ഇറങ്ങി നടക്കുകയാണ്. അവർ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ഗതികേട് ഓർത്ത് കേരളം ലജ്ജിക്കുകയാണ്. ഞാൻ തിരികെ വരാം. ജ്യോതികുമാർ ചാമക്കാല, റഹീം, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു, റഹീമിന് പറയാനുള്ള അവസരം കൂടി. റഹീം, ചിതറ വന്നപ്പോൾ അതിലേക്ക് പെരിയ എന്നുള്ള വാക്ക് എടുത്തിട്ടത് CPM-ആണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് ഇത് ഈ കമ്പാരിസൺ നടത്തിക്കൊണ്ടേയിരിക്കേണ്ടത്. ഇന്നലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മാത്രമല്ല, മാധ്യമങ്ങൾക്കെതിരെയും നവമാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു CPM സൈബർ വിങ്. അതൊക്കെ പോട്ടെ, പക്ഷെ അതെല്ലാം ഈ പെരിയെ നിസാരവൽക്കരിക്കാനുള്ള ഒരു വ്യഗ്രത അതിനകത്തുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ നേതാക്കൾ വരെ, സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾക്കെതിരെ വരെ ആരോപണം ഉയർന്നതാണ് പെരിയയിൽ. ആരെങ്കിലും വിളവ് കൊയ്യുമ്പോഴല്ലോ
വേലി തന്നെ വിളവ് കൊയ്യുമ്പോഴാണല്ലോ അത് വലിയ വിഷയമാകുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ആരോപണം വരുമ്പോൾ അത് കൂടുതലായി ചോദിക്കേണ്ടതായി വരുന്നു, കൂടുതൽ വിവാദമാകേണ്ടതായി വരുന്നു, കൂടുതൽ ചർച്ചയാകേണ്ടി വരുന്നു. പെരിയ മാത്രമല്ല, ഒന്നും നിസ്സാരവൽക്കരിക്കരുത്, അതാണ് പ്രശ്നം. നിങ്ങൾ ഒന്നിനെ പർവ്വതീകരിക്കുകയും മറ്റൊന്നിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു. അതല്ല, രണ്ടും അതുപോലെയാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ പറയാൻ ആവർത്തിച്ച് ശ്രമിച്ച് പരാജയപ്പെടുന്ന ഒരേ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇന്നലെ ഇത് പറഞ്ഞില്ല എന്നാണ്. അങ്ങ് വസ്തുതാവിരുദ്ധമായി സംസാരിക്കരുത്. കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഏതൊക്കെയോ പത്രമാധ്യമ സ്ഥാപനങ്ങൾ വാർത്ത പോലീസിനെ കോട്ട് ചെയ്ത് കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് ഔദ്യോഗികമായി ഇന്നിപ്പോഴിറക്കിയ അപർണയുടെ കയ്യിലിരിക്കുന്ന ഈ പത്രക്കുറിപ്പാണുള്ളത്. കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണുള്ളത്. ആ റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്നു. ഈ പെരിയയിൽ റിമാൻഡ് റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടാണല്ലോ നിങ്ങളെന്ന് പൊക്കി പിടിച്ച് പറഞ്ഞത്. അപ്പൊ ആ റിമാൻഡ് റിപ്പോർട്ട് വിശുദ്ധം, ഈ റിമാൻഡ് റിപ്പോർട്ട് അശുദ്ധം എന്ന് പറയരുത്. ഇനി രണ്ട്, ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ദയനീയമാണ് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ തേടി നടക്കുന്നു. ഇത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറയുകയാണ് ഇങ്ങനെ രക്തസാക്ഷികളെ തേടി നടക്കുന്നു, എല്ലിൻ കട്ടണം എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാചകം. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം മാതൃഭൂമിയിലാണല്ലോ അങ്ങ് പണ്ട് ജോലി ചെയ്തത്. മാതൃഭൂമിയിൽ പണ്ടൊരു മുൾജി വന്നു, അറിയോ ഏതാണെന്ന്? മറന്നുപോയിട്ടുണ്ടാകില്ലല്ലോ അങ്ങയെ പോലൊരാള്. മുൾജിയും മുരളിയും ആരായിരുന്നു? പ്രേക്ഷകർ അറിയണം. ആലപ്പുഴയിൽ വെച്ച് KSUവിന്റെ ഒരു സമരത്തിനിടയിൽ ഒരു മുൾജി മരണപ്പെട്ടു. അത് ഉത്തരേന്ത്യക്കാരനായ ഒരാൾ യാദൃശ്ചികമായി മരണപ്പെട്ടതാണ്. ആ മുൾജിയെ മുരളിയാക്കി മാറ്റി, ഒരൊറ്റ വാക്കങ്ങ് മാറ്റി, മുൾജിയെ മുരളിയാക്കി മാറ്റി. അന്ന് മാതൃഭൂമി പത്രം എന്നാണ് എന്റെ വിശ്വാസം, പത്രത്തിന്റെ സഹായത്തോടു കൂടി അന്ന് രക്തസാക്ഷിയായി ഒരു ഉത്തരേന്ത്യക്കാരന്റെ മരണത്തെ ആലപ്പുഴക്കാരനായ ഒരു KSUവിന്റെ മരണമായി ചിത്രീകരിച്ച് എല്ലിൻ കൃഷ്ണം തേടി നടന്നവരുടെ ചരിത്രം മാത്രമേ അങ്ങേക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെയല്ല ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരും പ്രതികളായില്ല എന്ന്. ഹനീഫ കൊലക്കേസിൽ പ്രതി ആരാണ്? ശ്രീ ജ്യോതികുമാർ ചാമക്കാല. തൃശ്ശൂരിൽ ലാൽജിയെയും മുരളിയെയും കൊന്നപ്പോൾ ആരായിരുന്നു പ്രതി? അവരെ നിങ്ങൾ രക്തസാക്ഷികളുടെ പട്ടികയിൽ പെടുത്തില്ലേ? അവർക്ക് വേണ്ടി നിങ്ങൾ ബക്കറ്റ് കുലുക്കി എവിടെയും പൈസ പിരിച്ചത് ഞങ്ങൾ കണ്ടില്ലല്ലോ. നിങ്ങളുടെ ഹനീഫ, കോൺഗ്രസ് പ്രവർത്തകനായ ഹനീഫ, ആ ഹനീഫ കൊല്ലപ്പെട്ടിട്ട് ഹനീഫയുടെ കുടുംബം ഇപ്പോഴും അനാഥമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും സഹവും അവിടെ എന്തുകൊണ്ട് ബക്കറ്റ് കളക്ഷൻ നടത്തുന്നില്ല? ആ കുടുംബത്തെ എന്തുകൊണ്ട് നോക്കുന്നില്ല? ലാൽജി മധുവിച്ചരത്തിന്റെയും ഗ്രൂപ്പ് പറയട്ടെ. അല്ല, അത് മറു ചോദ്യമാണല്ലോ. ഞാൻ ചോദിച്ചതിന് ഉത്തരവാകില്ല. റഹീം ആ പട്ടിക എടുത്താൽ എടുത്തുകൊണ്ട് വന്നാൽ ആ ചർച്ച തീരില്ല. റഹീം ആ പട്ടിക എടുത്തുകൊണ്ട് വന്നാൽ ചർച്ച ചെയ്യില്ല. ചിതറയിൽ എന്തുകൊണ്ട് നിൽക്കുന്നില്ല? ചിതറ എന്നുള്ള വിഷയം എടുത്തിട്ടത് CPM സംസ്ഥാന സെക്രട്ടറിയാണ്. ചിതറ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറഞ്ഞത് CPM ആണ്. ചിതറ പരാമർശിക്കണം റഹീം. അല്ല, ഒരു കാര്യം, CPMന്റെ നിങ്ങളെന്താ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതിന് അങ്ങനെ എടുത്തു പറയുന്നത്? CPMന്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറയില്ലേ? അത് കോൺഗ്രസുകാരൻ കൊന്നാൽ കോൺഗ്രസുകാരനാണെന്ന് പറയില്ലേ? നിങ്ങൾ പോലീസിലേക്ക് നോക്കൂ. നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പ്രത്യേകിച്ച് റഹീം ഇപ്പോഴൊരു സാഹചര്യത്തിൽ മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഈ നരഹത്യയെ ചൊല്ലി, ഒരു കോൺഗ്രസ് നടത്തിയ ഈ നരഹത്യയെ ചൊല്ലി ഒരു പാർട്ടി പ്രവർത്തകൻ പോലും പ്രകോപിതനാകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ നിരത്തി വരുന്ന സൈബർ CPMകാരുടെ പോസ്റ്റുകളിലൊന്നല്ല, CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പോസ്റ്റാണ്. ഇത് അണികളിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താകും? എടുത്തു പറയുകയാണ് ഇവിടെ നടന്നത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് സ്ഥാപിക്കുകയാണ്. ഇത് കണക്കുകൾ ഇനി നീണ്ടുകൊണ്ടേയിരിക്കും റഹീം. ശ്രീ അപർണ, അങ്ങനെ നിങ്ങൾ അസ്വസ്ഥരാകരുത്. CPMന്റെ ഒരു പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോൾ അത് രാഷ്ട്രീയ കൊലപാതകമാണ്, രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കൊന്നാൽ അത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് ഉറച്ചു പറഞ്ഞാൽ അത് അശ്ലീലമാണെന്ന് പറയരുതേ. അത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങൾ കാട്ടാത്ത നീതി, ആ നീതിയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദനയാണ് നിങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾ എവിടെയാണ് വ്യക്തിവൈരാഗ്യത്തിന്റെ കണക്ക് തേടിപ്പോയത്? കേരളത്തിൽ നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഞാൻ ഓരോന്നായി ആവർത്തിക്കുന്നില്ല, കണക്കുകൾ പറയാൻ ഉദ്ധരിക്കുന്നില്ല, ഏത് രാഷ്ട്രീയ കൊലപാതകം എന്ന പട്ടികയിൽ നിങ്ങൾ പെടുത്തിയിരിക്കുന്ന കാര്യത്തിലും വ്യക്തിപരമായ ഒരു എലിമെന്റ് ഉണ്ടാകും. നിങ്ങൾ ആ വ്യക്തിപരമായ എലിമെന്റ് തേടി പോയോ എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. കൊല്ലപ്പെട്ടയാളിന്റെയും കൊന്നവരുടെയും രാഷ്ട്രീയം മാത്രമല്ലേ അന്ന് ചർച്ച ചെയ്ത്. ഇവിടെ ഷാജഹാൻ എന്നൊരു ക്രിമിനൽ, അയാൾ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസുകാരൻ, അയാൾ കൊല്ലുകയാണ്. അതിന് ഐ വിറ്റ്നസ് ആയ ആളിന്റെ മൊഴി
എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനും നിങ്ങളും ഇത് ചർച്ച ചെയ്യുന്നതിന് നിങ്ങൾ ചർച്ചക്കെടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അവിടെ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴി നേതാവാണ് ഷാജഹാൻ. ആ മൊഴിയിൽ ഇത് പറയാണ്. കുറച്ചെങ്കിലും ഷാജഹാൻ കോൺഗ്രസ്സുകാരനാണെന്ന് വീണ്ടും വീണ്ടും വന്നിരുന്നു പറയാൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അടിസ്ഥാനത്തിലാണ് ഷാജഹാൻ സമയം എത്തുമ്പോൾ അങ്ങ് സംസാരിക്കും. പ്രേക്ഷകർക്ക് മനസ്സിലാകും. അല്ലല്ല, എന്ത് സമയമായാലും നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, കള്ളം പറയാം, പക്ഷെ പച്ചക്കള്ളം നിരന്തരമായി പറയരുത്. കള്ളമേ പറയൂ എന്ന് വാശി പിടിക്കരുത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കള്ളമേ പറയുന്നുള്ള വാശി വിടണം. ശ്രീ ജ്യോതികുമാർ ചമക്കാല ഒന്ന് നിർത്ത്, ഞാൻ പറയട്ടെ. താങ്കളുടെ ഊഴത്തിലല്ലാതെ വെറുതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകും. താങ്കൾ ഇങ്ങനെ ഒച്ചപ്പാട് കാണിക്കുമ്പോൾ താങ്കളുടെ ബോഡി ലാംഗ്വേജ് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? പോലീസ് അന്വേഷിക്കുമ്പോൾ അതിന്റെ ഗൂഢാലോചനയും ചുറ്റുപാടുകളെയും പിടിക്കട്ടെ. ഇനിയും പിടിക്കേണ്ട ഒരാളെ പോലീസ് അന്വേഷിക്കണം. എല്ലായിടത്തും പോലീസ് അന്വേഷിക്കണം. അങ്ങനെ പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ നിങ്ങൾ എന്തിനാണ് മുൻവിധിയോടെ കാണുന്നത്? നിങ്ങൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യില്ലേ? നിങ്ങൾ ഒരിടത്ത് പ്രത്യേക അന്വേഷണ ഏജൻസി വേണമെന്ന് പറയല്ലേ? നിങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വരട്ടെ. പറയട്ടെ, ഞാനത് പറയട്ടെ. അല്ല, അങ്ങ് ഒന്ന് അടങ്ങൂ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇവിടെ ശ്രീ ജ്യോതികുമാർ നിങ്ങൾ എപ്പോഴും ഏതെല്ലാം ആളുകളെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം വ്യക്തിവൈരാഗ്യമെന്ന് പറഞ്ഞ് ഒളിപ്പില്ലാതെ പോകും നിങ്ങൾ. അത് കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവമാണ്. കോൺഗ്രസ് എല്ലായ്പ്പോഴും അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നടത്തിയ ഏത് കൊലപാതകമാണ് നിങ്ങൾ ഏറ്റെടുത്തത്? കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ കൊന്നത് പോലും നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിക്കൂ. ഷാജഹാന്റെ കോൺഗ്രസ് ബന്ധമെന്ന് ജ്യോതികുമാർ ചാമക്കാല വിളിക്കുമ്പോൾ അതേ ഭാഷയിൽ മറുപടി പറയൂ. കോൺഗ്രസ് പ്രവർത്തകനാണ്, അന്വേഷണം വരട്ടെ. കോൺഗ്രസ് പ്രവർത്തകനല്ല എന്നാണ് തെളിയുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, വെല്ലുവിളിയൊന്നും ഞാനില്ല, വെല്ലുവിളിക്കാൻ വന്ന ആളൊന്നുമല്ല. ഒരൊറ്റ കാര്യമുള്ളൂ, അദ്ദേഹം അത് പറയുന്നത് ഇപ്പോൾ ഈ ഇത്തരം വെല്ലുവിളികൾ തെളിയിക്കാനുള്ള ഒരു വഴി ഫേസ്ബുക്കിലെ അവരുടെ ഇടപെടൽ, സെൽഫി, ഇതൊക്കെയാണല്ലോ. ഇദ്ദേഹം ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇയാൾ തിരഞ്ഞെടുപ്പിലൊന്നും മത്സരിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നം കൊണ്ട് കാണിക്കാമായിരുന്നു. ഇയാൾ കോൺഗ്രസ്സുകാരനാണെന്ന് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അന്വേഷണത്തിൽ തെളിയട്ടെ. പിന്നെ കോൺഗ്രസിന് ഒരാളെ ഡിസോൺ ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. എൻ്റെ ഒരു വ്യക്തിപരമായി ഇന്നത്തെ ദിവസം ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞാനിന്ന് സഖാവ് ടി.കെ. ഹംസയെ കണ്ടിരുന്നു നമ്മുടെ മലപ്പുറത്ത് ഒരു പരിപാടിയിൽ വെച്ച്. അപ്പോൾ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിക്കുന്നത്. DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ KPCC എക്സിക്യൂട്ടീവ് ആണ്. ശ്രീ ഹംസക്ക് എന്നോട് പറഞ്ഞു, ഇന്ന് വരെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം രാജിവെച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസിനകത്ത് ആരുണ്ടെന്നോ ആരെ പുറത്താക്കിയെന്നോ ആരൊക്കെ അംഗങ്ങളായുണ്ടെന്നോ തെളിയിക്കാൻ ഒരാൾക്കും ഈ ഭൂലോകത്ത് കഴിയില്ല. ജ്യോതികുമാർ ചാമക്കാല സംസ്ഥാന സെക്രട്ടറി ആയതാണ് എങ്ങനെയാണെന്ന് വരെ എനിക്കറിയാം. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് മെമ്പർഷിപ്പ് വിതരണം ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ മെമ്പർഷിപ്പ് കൃത്യമായി സൂക്ഷിക്കാറുണ്ട്, അത് പുതുക്കാറുണ്ട്. അതെ, ഞങ്ങളുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് പുതുക്കാറുണ്ട്, മെമ്പർഷിപ്പ് കൊടുക്കാറുണ്ട്, മെമ്പർഷിപ്പ് പുറത്താക്കാറുണ്ട്, ആക്ഷൻ എടുക്കാറുണ്ട്, നടപടി സസ്പെൻഡ് ചെയ്യാറുണ്ട്, പുറത്താക്കാറുണ്ട്. ഇതിനെല്ലാം വ്യവസ്ഥാപിതമായ ചട്ടമുണ്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ പറയുന്നത് എന്നും ജനാധിപത്യമാണ്. അവരുടെ ഇടപെടരുത്, ഒരു മിനിറ്റ്. നിങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യമാണെന്ന്, നിങ്ങളുടെ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്, നിങ്ങൾ പറയും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നവനെ ഒരാഴ്ചക്കകം തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ തെരഞ്ഞെടുപ്പ് പാടില്ല, പേര് വായിക്കും, അത് അംഗീകരിച്ചോണം. അതിനപ്പുറമായി മത്സരിച്ച് ആരെങ്കിലും ജയിച്ചാൽ അവനെ 6 മാസത്തിനകം അവനെ പുറത്താക്കി മത്സരിച്ച് പരാജയപ്പെട്ടവനെ ജയിച്ചതായി പ്രഖ്യാപിക്കുന്ന, അകത്താക്കുന്ന പാർട്ടിയാണ് CPM. എന്നിട്ട് വന്നിരുന്നത് പറയുക ജനാധിപത്യത്തെക്കുറിച്ച്, പാർട്ടിയിലെ ജനാധിപത്യത്തെക്കുറിച്ച്. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. എത്ര പേർ
അത് ജില്ലാ കമ്മിറ്റിയിലായാലും ഏരിയ കമ്മിറ്റിയിലായാലും സംസ്ഥാന കമ്മിറ്റിയിലായാലും മത്സരിച്ച് ജയിച്ചവരെ മാറ്റി നിർത്തിയിട്ട് തോറ്റവരെ തിരിച്ചു കയറ്റിയുള്ള പാർട്ടിയല്ലേ നിങ്ങളുടെ പാർട്ടി? എന്നിട്ട് അതിനകത്ത് എന്ത് ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്? താങ്കൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടല്ലേ? പാർട്ടിയുടെ ഫ്രാക്ഷൻ തീരുമാനിച്ചിട്ടല്ലേ? നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെ തീരുമാനിക്കുന്നത്, SFIയുടെ നേതാക്കന്മാരെ തീരുമാനിക്കുന്നത് CPM അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം റഹീമേ, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയണ്ട. ഞങ്ങളുടെ ജനാധിപത്യത്തിന് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ വളരെ ട്രാൻസ്പെറന്റ് ആയ ഒരു പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. അത് എങ്ങനെയാണ് നടക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ജനങ്ങൾക്കും അറിയാം. ഇവിടെ നിങ്ങൾ പറയുന്ന കള്ളത്തരം ഞാൻ വെല്ലുവിളിക്കുന്നു. വീണ്ടും ഞാൻ വെല്ലുവിളിച്ചത് കൊണ്ടാണ് താങ്കൾ പറയുന്നത് ഞങ്ങളുടെ മെമ്പർഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന്. ഷാജഹാൻ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുത്തതിനെ കുറിച്ച്, ഒരു പ്രകടനത്തിൽ പങ്കെടുത്തതിനെ കുറിച്ച്, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പൊതുയോഗം കേൾക്കാൻ വന്നതിനെ കുറിച്ച് താങ്കൾക്ക് തെളിയിക്കാൻ കഴിയുമോ? താങ്കളുടെ പാർട്ടിക്ക് തെളിയിക്കാൻ കഴിയുമോ? കഴിയില്ല. താങ്കളുടെ പ്രാദേശിക നേതാക്കൾ മുഴുവൻ പറയുന്നു ഷാജഹാൻ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കൃത്യമായി പറയുകയാണ്, അന്വേഷിച്ചാൽ കോൺഗ്രസിന്റെ ബന്ധം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അത് CPM-ന് LDF-ന് പ്രചാരണ ജാഥയിൽ ഭൂരിഭാഗം സമയം പോയത് പെരിയ കൊലപാതകത്തിലെ പ്രതിരോധത്തിനായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുക, കിട്ടിയ തക്കത്തിന് തിരിച്ചുപയോഗിക്കുമ്പോൾ ആ നീക്കം അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. റഹീം ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഇതേ ഷാജഹാൻ ഈ ബഷീറിന്റെ കൈകൊണ്ടാണ് കൊല്ലപ്പെട്ടിരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ പറയുമായിരുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ സേവാദളിന്റെ നേതാവ് ഈ പറയുന്ന ഇദ്ദേഹം കൊല്ലപ്പെട്ടു, ഷാജഹാൻ കൊല്ലപ്പെട്ടു, ബഷീർ എന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി കൊലപ്പെടുത്തി എന്ന് പറഞ്ഞേനെ. സൗകര്യം പോലെ എടുത്ത് പറയും. അവർക്ക് ആരെയും ഇല്ലാതെ പറയാനും ഉണ്ടെന്ന് പറയാനും ഒക്കെ എളുപ്പമാണ്. അല്ല പറയട്ടെ, അങ്ങിങ്ങനെ ഇടപെടരുതേ, അങ്ങിങ്ങനെ അസ്വസ്ഥനാകരുതേ, അങ്ങിങ്ങനെ പ്രതിരോധത്തിലാകുന്നതിനാണ്. നിങ്ങൾ കേൾക്കൂ, ഇവിടെ ഷാജഹാൻ ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ ക്രിമിനലാണ്. ആ വഴിയെ പോകുന്ന സാധാരണക്കാരെ പോലും പിടിച്ചു നിർത്തി ആക്രമിക്കുന്ന, കഞ്ചാവിനും മദ്യത്തിനും അടിമയായ കോൺഗ്രസിന്റെ ഭാഗമാണ്, കോൺഗ്രസ് ആണ്, കോൺഗ്രസ് നേതാവാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉദ്ധരിച്ച അതിനേക്കാൾ ഞാൻ പറയാണ്, പക്ഷേ കോൺഗ്രസ്സുകാരെന്ന് പറയാൻ സമയപരിമിതി കൊണ്ട് ഇടപെടേണ്ടി വരുന്നു. എനിക്ക് സണ്ണിക്കുട്ടി അബ്രാമിലേക്ക് പോകാനും സാധിച്ചില്ല, ദയവായി ഖേദിക്കുന്നു അതിൽ. ശ്രീ സണ്ണിക്കുട്ടി അബ്രാം, കോൺഗ്രസ്സുകാരനല്ല ഷാജഹാൻ എന്ന് ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ അന്വേഷണം നടക്കട്ടെ, കോൺഗ്രസ് ബന്ധം പുറത്തുവരുമെന്ന് ആവർത്തിക്കുകയാണ് റഹീം. CPM ഭാഷ്യവും ചിതറയിലേത് രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന ചോദ്യമായിരുന്നു പ്രേക്ഷകരോട് ചോദിച്ചത്. അതെ എന്ന് 61%, അല്ല എന്ന് 39% പ്രേക്ഷകരും ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമായാണ്. പങ്കെടുത്തതിന് വളരെയധികം നന്ദി റഹീം, ജ്യോതികുമാർ ചാമക്കാല, അതോടൊപ്പം തന്നെ ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം. നമസ്കാരം.